ഹായ് ഹലോ വെൽക്കം ടു ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മൈഗ്രെയിൻ മാറിയത് ഈ ഒരു മരുന്ന് കഴിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോൻ്റെ ഇടയിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡോക്ടറാണോ. ഞാൻ ഡോക്ടറല്ല, എൻ്റെ മൈഗ്രെയിൻ അത് കഴിച്ചിട്ടാണ് മാറിയത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ വീഡിയോ ഇട്ടത്. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പെയിൻ കില്ലറുകളൊക്കെ അധികമായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ എനിക്ക് എന്ത് മരുന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വയറ് വന്ന് വീർക്കുക, ഗ്യാസ് ഫോം ചെയ്യുക, വയറുവേദന എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വയറുവേദന വന്നു. സഹിക്കാൻ പറ്റാത്ത, അതായത് വയറിങ്ങനെ സ്തംഭിച്ച പോലെ നിൽക്കുക, ഗ്യാസ് ഫോം ചെയ്തിട്ട് നമ്മുടെ വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്ത് നിന്ന് എങ്ങനെയുണ്ടാവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു വയറുവേദനയും. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ വേദന വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ചെയ്യേണ്ടിയൊക്കെ വന്നു. അപ്പോഴാണ് എന്നിട്ട് ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, ഈ പെയിൻ കില്ലറുകൾ അധികമായിട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാവുന്നൊരു പ്രശ്നമാണ്. ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ മൈഗ്രെയിൻ വരുമ്പോഴും കുറച്ച് നാളായിട്ടുള്ള മൈഗ്രെയിൻ മാറിയിട്ട് അപ്പോഴാണ് ആ വീഡിയോ ഇട്ടത്. അതിന് മുന്നേ ഞാൻ സ്ഥിരമായിട്ട് വേദന വരുമ്പോൾ ഞാൻ നാപ്രോസിൻ എന്ന് പറഞ്ഞൊരു ഗുളിക കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ നിങ്ങളുടെ അടുത്ത്. ആ ഗുളികയാണ് കേട്ടോ ഇത്, നാപ്രോസിൻ. കാണാണ്ട് നിങ്ങൾക്ക് ഒരു റെഡ് കളറിലായിരിക്കും ഇതിൻ്റെ ഇത് വരിക കേട്ടോ, നാപ്രോക്സിൻ. അത് ഞാൻ ഫോട്ടോ വയ്ക്കാം, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഒരു ഗുളികയാണ് ഞാൻ സ്ഥിരമായിട്ട് കഴിച്ചിരുന്നത്. അത് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു, നാപ്രോക്സിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പെട്ടെന്ന് ഫെയിലാവാൻ, ഒരെണ്ണം കഴിച്ചിട്ട് തന്നെ കിഡ്നി ഫെയിലായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇത് കുറച്ച് നാളായിട്ട് നാപ്രോസിൻ മാത്രമല്ല കേട്ടോ, വാസോഗ്രെയിൻ, ഡാർട്ട്, അങ്ങനെ പല വേദനയുടെ ഗുളികകളും കഴിച്ചിരുന്നു. പക്ഷെ അതിലേറ്റവും പ്രശ്നം നാപ്രോസിനാണെന്നാണ് പറഞ്ഞത്. അതായത് ഈ പെയിൻ കില്ലറിൽ തന്നെ ഏറ്റവും 2-3 ഗുളികകളുണ്ട്, അതൊക്കെ ഇത്തിരി പ്രശ്നമുള്ള ഗുളികകളാണ്. ഇത് നാപ്രോസിൻ 500 ആണ്, ഇതിൻ്റെ 250 ഉണ്ട്. ഇത് മൈഗ്രെയിൻ്റെ വേദന മാത്രമല്ല കേട്ടോ, ഇത് നമുക്കൊരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട്, നീർക്കെട്ട് കുറയ്ക്കാനായിട്ടും, ചിലപ്പോൾ സന്ധിവാതം, അതുപോലെ മുട്ടുവേദന, അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലത്തെ ഈ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഈ മരുന്ന് കഴിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നാപ്രോസിൻ എന്നുള്ള മരുന്ന് ഈ പെയിൻ കില്ലർ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പോൾ അത് കഴിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ഞാൻ ചെയ്തു. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അതിൽ കാണുന്നത് എനിക്ക് അൾസറായി. അതായത് ഈ അൾസർ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നമുക്കതിൽ കാണാം, കുറച്ച് നാളായിട്ട് വന്ന് അത് ചിലത് കരിഞ്ഞു പോയതും ചിലൊരു ആക്റ്റീവായിട്ടുള്ള അൾസറും ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇത്രയും ശക്തിയിൽ വയറുവേദന വന്നത്. അത് കിഡ്നി ഫെയിലിലേക്കും ഒക്കെ പോവാട്ടോ. ചില മരുന്നുകൾ കിഡ്നിയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പെയിൻ കില്ലേഴ്സ്, അത് ഡോക്ടർ പറഞ്ഞത് ഡോളോ തന്നെ, അതായത് നമ്മുടെ പാരസെറ്റമോൾ തന്നെ കുറച്ചധികം സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുവരെ നമ്മുടെ കിഡ്നിയെ ഫെയിലാക്കുമെന്നാണ് പറയണത്. അപ്പോൾ പിന്നെ ഈ വേദനയുടെ ഗുളികകളുടെ കാര്യം പറയണ്ടല്ലോ, അതിൽ 2-3 ഗുളികകളുണ്ട് കേട്ടോ. ആ പേര് ഞാനിതിൽ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് വായിക്കാം. വേദന സംഹാരികൾ, അതായത് പെയിൻ കില്ലേഴ്സ് സ്ഥിരമായി അല്ലെങ്കിൽ ദീർഘകാലം കഴിക്കുന്നത് അൾസറിന് കാരണമാകും. ഉദാഹരണത്തിന് എബുപ്രൂഫിൻ, ഡിക്ലോഫെനാക്, നാപ്രോക്സിൻ തുടങ്ങിയ ഗുളികകൾ വയറ്റിലെ ആസിഡിനെ പ്രതിരോധിക്കുന്ന പാളിയുടെ ശേഷി കുറയ്ക്കുന്നു. ഇത് അൾസറിന് കാരണമാകും. അപ്പോൾ ആ ഗുളികകൾ ആണ് ഇതിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. കുറച്ചും കൂടിയൊക്കെ നമ്മുടെ അൾസറിനെ കൂടുതൽ അൾസറാവാൻ സാധ്യതയുള്ള പെയിൻ കില്ലറുകളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് വേദന വന്നാലും അത് ഡോക്ടറെ കാണിച്ച്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഒരു പെയിൻ കില്ലേഴ്സ് നിങ്ങൾ കഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നും ഇപ്പോൾ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ, അപ്പോൾ അന്ന് എഴുതിയ പെയിൻ കില്ലർ നമുക്ക് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങി കഴിക്കും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട്. ഈ നാപ്രോസിൻ എന്ന് പറഞ്ഞ മരുന്നൊന്നും ശരിക്കും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൊടുക്കാൻ പാടില്ല.
ഞാൻ പഴയ പ്രിസ്ക്രിപ്ഷനൊക്കെ കാണിച്ച് അത് വാങ്ങിക്കും. പിന്നെ നമ്മൾ അറിയണ ചില മെഡിക്കൽ ഷോപ്പൊക്കെ ആണെങ്കിൽ അവർ തരും. ഇനി നിങ്ങളത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് ഗുണമാവണമെങ്കിൽ നല്ലതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടേക്കണത്. കാരണം ഈ ഒരു മരുന്ന് കഴിച്ചിട്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് കുടലിലോ ഓട്ടയാവോ ഒന്നും ചെയ്തില്ല. അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണം, ബ്ലീഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേനെ. അൾസർ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയിൽ വന്നേനെ. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെ വന്നില്ല. അതിന് മുന്നേ തന്നെ എനിക്ക് ഈ അസ്വസ്ഥതകളും ഈ വയറിൻ്റെ പ്രശ്നങ്ങളും വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം ഡോക്ടർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടെത്തി ഇതിൽ അൾസർ ആയതാണ്. ഈ മരുന്നുകൾ കഴിച്ചിട്ട് അൾസറായ ആളാണ് ഞാൻ. നമ്മൾ വിചാരിക്കും ഭയങ്കര എരിവുള്ളത് കഴിച്ചാൽ അങ്ങനെ വേറെ തരത്തിലൊക്കെ അൾസർ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ പെയിൻ കില്ലറുകൾ കഴിച്ചിട്ടാണ് എനിക്ക് അൾസർ വന്നിട്ടുള്ളത്. അതാണ് ഡോക്ടർ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞത്. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള പെയിൻ കില്ലറുകൾ കഴിക്കരുത്. ഇങ്ങനെയുള്ളതെന്നല്ല, എന്ത് മരുന്ന് കഴിക്കുമ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം നമ്മൾ കഴിച്ചാൽ മതി കേട്ടോ. അന്ന് ആ മരുന്ന് കഴിച്ചു അതുകൊണ്ട് കുറഞ്ഞു അത് വിചാരിച്ചിട്ട് നമ്മൾ ഈ മരുന്ന് എടുത്ത് കഴിച്ച വേദന കുറയും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. കിഡ്നിയൊക്കെ ഫെയിലായിട്ട് എന്നോട് ഡോക്ടർ ചോദിച്ചു, ഈ പ്രായത്തിലൊക്കെ കിഡ്നി ഫെയിലായി ഡയാലിസിസ് ഒക്കെ ചെയ്ത് കിടക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ശരിയാണ്. അപ്പോൾ അത് എനിക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ലാണ്ട് അൾസർ വന്നു. എന്നാലും അത് മരുന്നുമ്മേ നമുക്ക് മാറ്റാവുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഒരു പെയിൻ കില്ലേഴ്സും ഒരു മരുന്നുകളും നിങ്ങൾ കഴിക്കരുത്. പ്രത്യേകിച്ച് മൈഗ്രെയിൻ ഉള്ളവരൊക്കെയാണ് കൂടുതലും ഇത് നമ്മൾ വാങ്ങിച്ച് കഴിക്കുക. കാരണം ഇത് നമ്മൾ സ്റ്റോക്ക് ചെയ്യും. ഞാനൊക്കെ ഈ നാപ്രോസിൻ എന്ന് പറഞ്ഞ ഗുളിക സ്റ്റോക്ക് ചെയ്യും. കാരണം അത് കഴിച്ചാൽ പെട്ടെന്ന് മാറും. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് വാങ്ങി സ്റ്റോക്ക് ചെയ്തേക്ക്. ഇനി നമ്മളത് ഷോൾഡർ പെയിൻ, ഇപ്പം മൈഗ്രെയിൻ മാറിയപ്പോൾ ഞാൻ ഷോൾഡർ പെയിൻ ഒന്ന് ജസ്റ്റ് എടുത്ത് കഴിച്ചിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് ഇത് ഇങ്ങനെ വേദനയും അസ്വസ്ഥതകളും വന്നു. പിന്നെ സഹിക്കാൻ പറ്റാത്ത വേദന, വയറുവേദന വന്നു. ഒന്നും ഭയങ്കര വയറിൽ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക, വയറ്റിൽ ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകൾ വന്നു. വേദന വരിക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ട് വിട്ട് വേദന വരിക. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് നമ്മൾ എൻഡോസ്കോപ്പി എടുത്ത് നോക്കിയത്. ഇതിപ്പോൾ അൾസർ മാത്രമല്ല, കിഡ്നിക്കും അത് പ്രശ്നം വരും കേട്ടോ ഇങ്ങനെയുള്ള പെയിൻ കില്ലറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇങ്ങനെയുള്ള പെയിൻ കില്ലറുകൾ നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കഴിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൈഗ്രെയിന് ഞാനും ഒരുപാട് വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിച്ചിരുന്നു കേട്ടോ. അല്ലാതെ ഞാനത് കഴിക്കാതിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഒരുപാട് ന്യൂറോളജിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ ENT കണ്ട് നമ്മളിത് മൈഗ്രെയിൻ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മൈഗ്രെയിൻ വരാതിരിക്കാനുള്ളത്, അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാനുള്ള അത്യാവശ്യം മരുന്നുകൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു മാസം കഴിക്കാൻ പറഞ്ഞിട്ട് 3 മാസം, അതുകൊണ്ടൊന്നും എനിക്ക് കുറഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ ആ സെഫാഗ്രെയിൻ എന്നുള്ള ആ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയത്. അങ്ങനെ ആ ടാബ്ലറ്റ് കഴിച്ചിട്ട് എനിക്ക് മൈഗ്രെയിൻ കുറഞ്ഞു. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. അത് ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഈ മരുന്ന് കഴിക്കണം എന്നൊന്നും ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടുമില്ല. നിങ്ങൾക്കത് സെഫാഗ്രെയിൻ എന്നുള്ള അത് അടിച്ചു നോക്കിയാൽ ഗൂഗിളിൽ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് ചോദിച്ചു നോക്കിയോളൂ കേട്ടോ, അത് എന്തിനുള്ളതാണ്, മൈഗ്രെയിൻ കുറയോ, സൈനസൈറ്റിസ് മൈഗ്രെയിനും സൈനസൈറ്റിസൊക്കെ മാറണ ഒരു മരുന്ന് തന്നെയാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എനിക്കത് കഴിച്ചിട്ടാണ് മാറിയത് എന്ന് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ഡോക്ടറായിട്ടോ ഒന്നുമല്ല. എൻ്റെ അനുഭവം ഞാൻ പറയണതാണ്, എൻ്റെ അനുഭവം ഞാൻ പങ്കുവെക്കണതാണ്. ഇനിയും ഒരുപാട് പേര് ഇതുപോലെ പെയിൻ കില്ലറുകൾ കഴിക്കണവരുണ്ട്. അപ്പോൾ അവരൊന്നും അങ്ങനെ കഴിക്കരുത് എന്ന് പറയാനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം അവർക്കും എനിക്ക് ഇത്രയായിട്ട് പോലും എനിക്കറിയായിരുന്നു. പക്ഷെ ഇത്രയും സീരിയസ് നമ്മളാക്കണില്ല. വേദന വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി കഴിക്കും, അതെടുത്ത് കഴിക്കും. കാരണം മൈഗ്രെയിൻ്റെ വേദനയൊക്കെ എനിക്കറിയാം. അതുപോലെ തന്നെ പല വേദനകളും, ഈ മുട്ടുവേദനയ്ക്കൊക്കെ സ്ഥിരമായിട്ട് നാപ്രോസ് കഴിക്കണ ചേച്ചീനൊക്കെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അതൊന്നും ഒരിക്കലും സ്ഥിരമായിട്ട് കഴിക്കരുത് നിങ്ങളെ പെയിൻ കില്ലറുകൾ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പം ഇനി എൻ്റെ അവസ്ഥ മറ്റൊരാൾക്ക് വരണ്ട. ചിലപ്പോൾ ഇതിനേക്കാളൊക്കെ സീരിയസ് ആയിട്ട് വരും. കുടലിനൊക്കെ ഓട്ടയും കീറലുകളൊക്കെ വരുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഓപ്പറേഷൻ അല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നും ഉണ്ടാവില്ല. അതുപോലെ കിഡ്നി ഫെയിലായി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത്.
അപ്പോൾ പെയിൻ കില്ലറുകൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആ സമയത്തേക്ക് വാങ്ങിച്ച് ആ ഒരു മരുന്നുകൾ മാത്രം കഴിക്കുക. അതുപോലെ ഇതൊന്നും സ്റ്റോക്ക് ചെയ്യണ്ട നമ്മൾക്ക്. പിന്നെ അത്രയും ഡോക്ടർ ഇത് വരുമ്പോൾ കഴിച്ചോ എന്ന് പറയുന്ന ചില മരുന്നുകളുണ്ടായിരിക്കും കേട്ടോ, പെയിൻ കില്ലറുകൾ. അപ്പോൾ അത് മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. അല്ലാണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഇത് വാങ്ങിച്ച് കഴിക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടേക്കണത്. അപ്പോൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാതെ വരയ്ക്കും. ബൈ ബൈ, സീ യു.